മോദി ഭാരത് മാതാവിനെ വഞ്ചിച്ചു എന്ന തുറന്നു പറച്ചിലുമായി കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവും തുറന്നു പറയുകയാണ്. നാഴികയ്ക്ക് 40 വട്ടവും ഭാരത് മാതാവ് എന്ന് പറഞ്ഞ മോദി തന്നെ വഞ്ചന നടത്തി എന്ന തുറന്നു പറച്ചിൽ മോദിയോട് തോളോട് തോൾ ചേർന്ന നേതാവും കേന്ദ്രമന്ത്രിയും തുറന്നു പറയുമ്പോൾ ഞങ്ങളെ വിഡ്ഢികളാക്കുകയായിരുന്നോ എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത്. ചൈനയ്ക്ക് മുന്നിൽ മുട്ടിലിഴഞ്ഞ മോദി ഭാരത മാതാവിനെ വഞ്ചിച്ചിരിക്കുകയാണ്. 2020 ശേഷം 4065 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് ലഡാക്കിൽ നഷ്ടപ്പെട്ടത്. ബി.ജെ.പി. മോദിയെ മാറ്റി നിർത്തി ഭൂരിപക്ഷം നേടാൻ നോക്കണമെന്നും പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് മോദി ഒരു ബാധ്യതയാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. മുതിർന്ന ബി.ജെ.പി. നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുബ്രഹ്മണ്യ സ്വാമിയാണ്. ഇതിനു മുൻപ് ബി.ജെ.പി. എം.പി. ആയിരിക്കെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി നരേന്ദ്രമോദിയെ വിമർശിച്ച് പലതവണ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തവണ ബി.ജെ.പി. വമ്പൻ വിജയം നേടുമെങ്കിലും മോദി മാജിക് ഒന്നും നിലവിലില്ലെന്നുമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹം വിമർശിച്ചത്. സ്വാമി പറഞ്ഞതുൾപ്പെടെ മോദി മാജിക് അവസാനിക്കുന്നു എന്ന് തന്നെയാണ് 2024 കാണിച്ചു തരുന്നത്. ഇത്തവണ സർവേ ഫലങ്ങളൊക്കെ ബി.ജെ.പി. വിജയിക്കുമെന്ന് പറയുന്നുണ്ട് എങ്കിലും ഒരു ഈസി വാക്ക് ഓവർ എവിടെയും പറയുന്നില്ല. 10 ആഴ്ചക്കിടയിൽ 7 തവണ മോദി തമിഴ്നാട്ടിലും 5 തവണ കേരളത്തിലും എത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ബി.ജെ.പി. ഭയക്കുന്നുണ്ട് എന്ന്. പ്രതിപക്ഷ നിരയെ ഒതുക്കാവുന്നതിന്റെ മാക്സിമം മോദിയും കൂട്ടരും ഒതുക്കുമ്പോഴും കാലിനടിയിലെ മണ്ണിളകുന്നത് അവർ കാണുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാനാവില്ല എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. എല്ലാം തന്റെ കാൽ കീഴിൽ എന്നുള്ളതിൽ നിന്ന് ഉള്ളത് പിടിച്ചു നിർത്താനെങ്കിലും സാധിക്കണമെന്ന മാത്രമാണ് ഇപ്പോൾ ബി.ജെ.പി. കോട്ടകളിൽ നിന്ന് ഉയരുന്ന ആവശ്യം. മോദി ഗ്യാരണ്ടികൾ രാജ്യത്ത് നിറയുന്നതിനിടയിലാണ് മോദി രാജ്യത്തിന് ബാധ്യത എന്നും പറഞ്ഞുകൊണ്ട് ഒരു കേന്ദ്ര നേതാവ് തന്നെ രംഗത്തെത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ത്യ മുന്നണി മറ്റെല്ലാ മുറുമുറുപ്പുകളും മാറ്റിവെച്ച് സീറ്റ് വിഭജനം പോലും വലിയ കോലാഹലങ്ങളൊന്നും തന്നെ ഇല്ലാതെ പൂർത്തീകരിക്കുകയും രാജ്യത്തെ സാധാരണക്കാരുടെ കയ്യടി വാങ്ങിക്കൂട്ടി പ്രകടന പത്രികയും കോൺഗ്രസ് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തതോടെ മോദിയുടെ മുഖം അങ്ങനെ മങ്ങി തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു സീറ്റ് അവർ വേണമെന്ന് വെക്കുന്നതും വാശി പിടിക്കുന്നതുമൊക്കെ. അതിനാണ് ഇപ്പോഴത്തെ ഒരു കിണഞ്ഞ പരിശ്രമവും. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ 2019 ആവർത്തിക്കില്ല എന്ന് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ മോദിയും കൂട്ടരും നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട്.